الحمد لله رب العالمين نحمده حق حمده ونثني عليه الخير كله كما ينبغي لجلال وجهه وعظيم سلطانه وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبد الله ورسوله اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم لن تنالوا البر حتى تنفقوا مما تحبون وما تنفقوا من شيء فإن الله به عليم. സ്നേഹവും ബഹുമാനവുമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിന്റെ സർവമേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ ഒരു വസിയത്ത് ആത്മാർത്ഥമായി നിർവഹിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, ഇസ്ലാമിലെ ഏത് സാങ്കേതിക പദങ്ങളെ സംബന്ധിച്ചും വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് കുറെ നെഗറ്റീവായ വശങ്ങൾ ഉള്ളതോടൊപ്പം തന്നെ പോസിറ്റീവായ ചില വശങ്ങൾ കൂടെയുണ്ട്. ഏതൊരു വിവാദം ഇസ്ലാമിന്റെ ശത്രുക്കൾ ഉയർത്തിവിടുമ്പോഴും അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് ഗുണകരമായ ചില മേഖലകൾ കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ മുസ്ലിം സമുദായം കേൾക്കേണ്ടി വന്നു. ലഹരി ജിഹാദുമായി ബന്ധപ്പെട്ട ചർച്ചകളും വിവാദങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടായി. അതൊക്കെ ഉണ്ടായ സന്ദർഭത്തിൽ ഇസ്ലാമിനെ അറിയാനും മനസ്സിലാക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നിഷ്പക്ഷമായി ഇത്തരം മേഖലകളിലൊക്കെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന് വളരെ വ്യക്തമായ നിലക്ക് നമുക്ക് പഠിക്കുവാനും വിശദീകരിക്കുവാനും ഒക്കെ അവസരങ്ങൾ ലഭിച്ചു. ധാരാളം ആളുകൾ അത് മനസ്സിലാക്കുകയും ചെയ്തു. ഒരു പ്രണയ ജിഹാദ് ഇസ്ലാമിൽ ഇല്ല. അതേപോലെ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോട് ഇസ്ലാമിന്റെ സമീപനം എത്ര കർശനമായ നിലപാടാണ്. ലോകത്തിന് അത് പഠിക്കാനും അറിയാനും അവസരമുണ്ടായി. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, വഖഫുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നു വന്നിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് പാസാക്കിയെടുത്ത ഒരു സാഹചര്യത്തിലൂടെ വഖഫ് എന്ന പദപ്രയോഗം മീഡിയകളിൽ നിന്നും ജനങ്ങളുടെ നാവുകളിൽ നിന്നുമൊക്കെ നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും മുസ്ലിം സമുദായത്തിലെ മെമ്പർമാർക്ക് പോലും ഇതെന്താണ്, ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ് ഈ ഒരു സംഗതി എന്നൊന്നും വേണ്ട പോലെ അറിയാത്ത ആളുകൾ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിവാദം നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് വഖഫ്,
വഖഫിനെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ് അതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പറയുന്നത്? നമുക്ക് ഈ ഒരു ചർച്ച അനുകൂലമായ നിലക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഈ ഒരു സന്ദർഭം ഉപയോഗപ്പെടുത്താം. വഖഫ് എന്ന് പറഞ്ഞാൽ ഒരു അറബി പദമാണ്. ഏതൊരു അറബി പദത്തിനും ഭാഷാപരമായ ഒരു അർത്ഥം ഉണ്ടാകും, സാങ്കേതികമായ ഒരർത്ഥവും ഉണ്ടാകും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സ്വലാത്ത്, അതിന് നമ്മൾ സാങ്കേതികമായി നൽകുന്ന അർത്ഥം നമസ്കാരം എന്നാണ്. എന്നാൽ സ്വലാ എന്ന് പറഞ്ഞാൽ ധാരാളം അർത്ഥങ്ങളുണ്ട്, പ്രാർത്ഥന, അങ്ങനെ പല അർത്ഥങ്ങളും ഭാഷയിലുണ്ട്. ഇസ്ലാമിലെ സാങ്കേതികമായി പറഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന പ്രത്യേകമായ ഒരു കർമ്മത്തിനാണ് സ്വലാത്ത് അഥവാ നമസ്കാരം എന്ന് പറയുന്നത്. ഇതുപോലെ വഖഫ് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി നിർത്തൽ എന്നാണ്, അതായത് നിർത്തുക, തടഞ്ഞു വെക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. സാങ്കേതികമായി ഇസ്ലാം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂലവസ്തുവിനെ അള്ളാഹുവിന്റെ തൃപ്തിക്കായി നിലനിർത്തി അതിന്റെ ഗുണഫലങ്ങൾ ഒരു നിശ്ചിത വിഭാഗത്തിന് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെ ആ ഒരു സ്വത്തിനെ മാറ്റി നിർത്തുന്നതിനാണ് സാങ്കേതികമായി ഇസ്ലാമിൽ വഖഫ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. അതായത് മൂലവസ്തുവിനെ അള്ളാഹുവിന്റെ തൃപ്തിക്കായി ദാനം ചെയ്ത് മാറ്റി നിർത്തുന്നു, അതെപ്പോഴും നിലനിൽക്കുന്നത്. അതിൽ നിന്ന് ലഭിക്കുന്ന ഗുണഫലങ്ങൾ സമൂഹത്തിലെ ഒരു പ്രത്യേക നിശ്ചിത വിഭാഗത്തിന് അതല്ലെങ്കിൽ നിശ്ചിതമായ ഒരു കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന സ്വത്തിനാണ് വഖഫ് എന്ന് പറയുന്നത്. ഇങ്ങനെ ദാനം ചെയ്യുന്ന സ്വത്തിനാണ് വഖഫ് എന്ന് പറയുക. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ ദാനം ചെയ്യുന്ന ആൾക്ക് പറയുന്ന പേരെന്താണ്? വാഖിഫ് എന്നാണ് അയാൾക്ക് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ അയാളെ സംബന്ധിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, വിശ്വാസികളെ, വഖഫ് എന്ന് പറയുന്നത് അതൊരു അപരാധമല്ല, അത് ആർദ്രതയാണ്, അത് കാരുണ്യമാണ്. വഖഫ് അപരാധമാണ് എന്ന് ആരെങ്കിലും പ്രചരിപ്പിക്കുന്നുവെങ്കിൽ അത് അപരവിദ്വേഷമാണ് എന്ന് നമുക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. കാരണം ഏറ്റവും നല്ല ഒരു പുണ്യകർമ്മമാണത്. ഇസ്ലാമിൽ നമുക്കറിയാം, വഖഫിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നിലനിൽക്കുന്ന ദാനധർമ്മം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ സംബന്ധിച്ച് പറയാൻ കഴിയും. എന്താ നിലനിൽക്കുന്ന ദാനധർമ്മം എന്ന് പറഞ്ഞാൽ? നമ്മളൊക്കെ സാധാരണ പറയാറുണ്ട് സ്വതക്ക ജാരിയ, എന്നും നിലനിൽക്കുന്ന, അതല്ലെങ്കിൽ അത് നിലനിൽക്കുന്ന കാലത്തോളം അതിന്റെ പ്രതിഫലം നമുക്ക് ലഭ്യമാകുന്ന സ്വതക്കകൾക്ക്, ആ നിലക്കുള്ള ദാനധർമ്മങ്ങൾക്കാണ് ഒരർത്ഥത്തിൽ വഖഫ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കൂ, സാധാരണയായി നമ്മൾ ദാനം ചെയ്യുന്ന ദാനധർമ്മങ്ങൾ അത് അപ്പോഴുള്ള ആവശ്യങ്ങൾക്ക് ഉപകാരപ്പെടും, എന്നാൽ അതിന്റെ പ്രയോജനം അതോടെ അവസാനിക്കുകയാണ്. എന്നാൽ വഖഫ് അങ്ങനെയല്ല. അതിന്റെ പ്രതിഫലം, ഒരാൾ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടി വഖഫ് ചെയ്താൽ അതിന്റെ പ്രതിഫലം എന്നെന്നും അത് നിലനിൽക്കുന്ന കാലത്തോളം അയാൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വഖഫിനെ ഏറെ പ്രോത്സാഹിപ്പിച്ചു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖഫുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മളത് മനസ്സിലാക്കുക തന്നെ വേണം. നിങ്ങൾ നോക്കൂ, ഞാൻ ആമുഖമായി ഓതി വെച്ച വചനം ഏതാണ്? വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലു ഇംറാൻ 92-ാമത്തെ വചനം. ആ വചനം വാനലോകത്ത് നിന്ന് ഭൂവനത്തിലേക്ക് അവതരിക്കുന്ന ഒരു പ്രത്യേക പശ്ചാത്തലം മഹാന്മാരായ മുഹദ്ദിസുൽ ഇമാം ബുഖാരി, മുസ്ലിം തുടങ്ങിയ ഹദീസ് പണ്ഡിതന്മാർ പ്രവാചകനിൽ നിന്ന് ഉദ്ധരിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ആ വചനം? ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലൻ തനാലുൽ ബിർറ, നിങ്ങൾ പുണ്യം നേടുകയില്ല. ഏതുവരെ? ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറെ പ്രിയങ്കരമായ നിങ്ങളുടെ ധനം അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചിലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് ഒരിക്കലും പുണ്യം നേടാൻ കഴിയുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതായത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ധനമാണ് ദൈവമാർഗത്തിൽ നമ്മൾ ചിലവഴിക്കേണ്ടത് എന്നർത്ഥം. ഈ ഒരു വചനം ഇറങ്ങിയ സന്ദർഭത്തിൽ സഹാബാക്കളുടെ മനസ്സുകളിൽ വളരെയധികം കോരിത്തരിപ്പുകൾ, അതല്ലെങ്കിൽ അവരുടെ ഹൃദയങ്ങൾ കോരിത്തരിച്ചു പോയി.
മഹാനായ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരികയും അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയുമാണ്, നബിയേ, എനിക്ക് ഏറെ പ്രിയങ്കരമായ ഒരു തോട്ടമുണ്ട് മദീനയിൽ. ബൈറുഹ എന്നാണ് ആ തോട്ടത്തിന്റെ പേര്. അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യവുമില്ല. അല്ലാഹുവിന്റെ റസൂലിന് നല്ല പോലെ അറിയാം, നന്നായി വിളവ് ലഭിക്കുന്ന നല്ല ഒരു തോട്ടം ഈത്തപ്പന തോട്ടമാണ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, വ ഇന്ന അഹബ്ബു അംവാലി ഇലയ്യ ബിബൈറുഹ. നബിയേ, ബൈറുഹ എനിക്ക് ഏറെ പ്രിയങ്കരമായ തോട്ടമാണ്. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ഇഷ്ടമായത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കാതെ പുണ്യം ലഭിക്കുകയില്ല എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഞാനിതാ പറയുന്നു നബിയേ, അത് ഞാനിതാ ദൈവമാർഗത്തിൽ സ്വതക്ക ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഓ അബൂ തൽഹ, ആ ധനം നിനക്ക് ലാഭം ലഭിക്കുന്ന ധനമാണ്. നിനക്ക് അതുമൂലം ഒരുപാട് ലാഭം ലഭിക്കുന്ന ധനമാണ് നാളെ പാരത്രിക ലോകത്ത്. അതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് അബൂ തൽഹയുടെ അടുത്ത ബന്ധുക്കൾക്കിടയിൽ ഞാൻ അത് വിഹിതിച്ചു നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിപ്രായ പ്രകാരം മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ആ ധനം തന്റെ അടുത്ത ബന്ധുക്കൾക്കിടയിൽ ആ തോട്ടം വിഹിതിച്ചു നൽകുകയും അങ്ങനെ അത് ദൈവമാർഗത്തിൽ വഖഫായി ദാനമായി നൽകുകയും അതിന്റെ പ്രതിഫലം, അതിൽ നിന്ന് ലഭിക്കുന്ന വിളവ് അവർക്ക് ലഭ്യമാകുന്ന നിലക്ക് അതിനെ സംവിധാനിക്കുകയും ചെയ്തത് ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട സംഭവമാണ്. മഹാന്മാരായ ഉലമാക്കൾ പറയുകയാണ്, വഖഫിന്റെ ആദ്യകാല നീക്കങ്ങളിൽപ്പെട്ട ഒരു നീക്കമാണ്, പ്രവാചക കാലഘട്ടത്തിലെ വ്യംഗ്യമായ നിലക്കുള്ള ഒരു നീക്കമാണ് ഇത് എന്ന് മഹാന്മാരായ ഉലമാക്കൾ ഈ സംഭവത്തെ രേഖപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് കാണാം. ഞാൻ പറഞ്ഞു വരുന്നത്, വിശുദ്ധ ഖുർആനിൽ നേരിട്ട് വഖഫ് എന്ന പദപ്രയോഗം നടത്തിയിട്ടില്ല. എന്നാൽ ദാനധർമ്മങ്ങളെ, നിലനിൽക്കുന്ന ദാനധർമ്മങ്ങളെ, എന്നെന്നും പ്രതിഫലം ലഭ്യമാകുന്ന ഈ ദാനധർമ്മങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള നിരവധി വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ഹദീദിന്റെ 7-ാമത്തെ വചനം എടുത്ത് നോക്കിയാൽ തന്നെ അല്ലാഹു അവിടെ പറയുന്നത്, ധനാഢ്യന്മാരോട് അല്ലാഹു പറയുന്നത്, നിങ്ങൾക്ക് നൽകിയ ധനം അത് നിങ്ങളുടെ അധീനതയിൽ, നിങ്ങളുടെ അധികാരത്തിലുള്ളതാണെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ടതില്ല. മറിച്ച് അത് കൈമാറ്റം ചെയ്യപ്പെടുന്ന ധനമാണ്. ഇന്ന് നിങ്ങളുടെ കയ്യിലുണ്ട്, ഈ തലമുറ കഴിഞ്ഞാൽ അടുത്ത തലമുറക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടും. നിങ്ങൾ അതിന്റെ ട്രസ്റ്റികൾ മാത്രമാണ്, നിങ്ങളത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ മാത്രമാണ്. അതുകൊണ്ട് അതൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതുമൂലം പ്രതിഫലം ലഭിക്കുന്നത് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മ വേണം. വഖഫ് എന്ന പദം ഇന്ന് ചർച്ചയാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ അങ്ങേയറ്റം പ്രോത്സാഹനത്തോടുകൂടെ പഠിപ്പിച്ച മഹത്തായ ഒരു പുണ്യകർമ്മമാണത്, ഒരു ആരാധനാകർമ്മമാണത്. ആ പുണ്യകർമ്മത്തിന്റെ മേലാണ് പലരും ഇന്ന് കൈവച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോ ആദ്യകാല നീക്കങ്ങളിൽപ്പെട്ട സംഭവമാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ് ഏതാണ് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പലായനം ചെയ്ത് മദീനയിലെത്തി. അങ്ങനെ മദീനയിലെത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി നിർവഹിച്ച കർമ്മം ഏതാണ്? വിശ്വാസികളെ, ആദ്യമായി നിർവഹിച്ച കർമ്മം ഏതാണ്? അതേ മദീനയിലെ ഖുബയിൽ അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി താമസിച്ച് ആദ്യമായി ഇവിടുന്ന് ഒരു പള്ളി നിർമ്മിക്കുകയാണ്. അല്ലേ? ഇന്നും അവിടെ പോയി ശനിയാഴ്ച ദിവസങ്ങളിൽ നമസ്കരിച്ചാൽ ഒരു ഉംറയുടെ കൂലിയുണ്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മസ്ജിദ് ഖുബയാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ വഖഫ്. അത് കഴിഞ്ഞാൽ പിന്നീട് മദീനയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ നടന്നു നീങ്ങി ഏതാനും മൈലുകൾക്കപ്പുറത്ത് പ്രവാചക പട്ടണത്തിലെത്തി. അവിടെയും എത്തിയപ്പോൾ ആദ്യമായി നിർവഹിച്ചത് ഒരു പള്ളിയുടെ നിർമ്മാണം തന്നെയായിരുന്നു. ഇസ്ലാമിലെ രണ്ടാമത്തെ വഖഫ് സ്വത്തായി അറിയപ്പെടുന്നത് മസ്ജിദുൻ നബവിയ, മദീനത്തെ പള്ളി. നോക്കൂ നിങ്ങൾ, ഇതാണ് ആദ്യ കാലഘട്ടത്തിലെ ഇസ്ലാമിക ചരിത്രത്തിലെ വഖഫ്. എന്നാൽ പൊതുജനങ്ങൾക്ക് ഫലം ലഭിക്കുന്ന നിലക്ക് ഇസ്ലാമിക ചരിത്രത്തിലെ ചരിത്ര
പണ്ഡിതന്മാരും മുഹദ്ദിസുകളും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു പൊതുജനങ്ങൾക്ക് പ്രയോജനപ്രദമായ നിലക്ക് ഫലം ലഭിക്കുന്ന ആദ്യത്തെ വഖഫ് സ്വത്ത് ഏതാണ്? വഖഫിന്റെ കൃത്യമായ വിവരണങ്ങളും നിയമങ്ങളും പഠിപ്പിച്ച ആദ്യത്തെ സംഭവം ഏതാണ്? അവിടെയാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഖൈബറിൽ നിന്ന് കിട്ടിയ ഭൂമി അവിടുന്ന് വഖഫ് ചെയ്ത സംഭവം ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നുണ്ട്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, അസബ്തു മാലൻ ബി ഖൈബർ ലം ഉസിബ് മാലൻ ഖത്തു അൻഫസ ഇൻദി. ഓ നബിയേ, ഖൈബറിലെ ജൂതന്മാരോട് യുദ്ധം ചെയ്തതിന് ശേഷം അവിടെ നിന്ന് യുദ്ധാർജിത മുതലായി ലഭിച്ച ധനമില്ലേ, ആ ധനത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ഖൈബറിലെ ഭൂമി, ആ ഭൂമിയാണ് ഞാൻ എന്റെ ധനത്തിൽ ഏറ്റവും വിലപ്പെട്ട ധനമായി കാണുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങയോടിതാ അതിനെ സംബന്ധിച്ച് അഭിപ്രായം ചോദിക്കുകയാണ് നബിയെ, എന്താണ് ആ ഭൂമി ഞാൻ ചെയ്യേണ്ടത്? റസൂലിനോട് ചോദിക്കാം, ആ ഭൂമി ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഓ എങ്കിൽ പഠിച്ചു വെക്കണം. എവിടെയാണ് വഖഫിന് ഇസ്ലാമിൽ തെളിവെന്ന് ചോദിച്ചാൽ നമ്മൾ ഓതിക്കൊടുക്കേണ്ട പ്രവാചക വചനമാണിത്. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, കണ്ടോ, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിന്റെ മൂലവസ്തു നീ തടഞ്ഞു വെക്കുകയും എന്നിട്ട് അതുമൂലം ലഭിക്കുന്ന ഫലം, അതിൽ നിന്ന് ലഭിക്കുന്ന ഫലം നീ ദാനം ചെയ്യുകയും ചെയ്യുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ യുബാഉ അസ്ലുഹാ, അതിന്റെ അസ്ലി മൂലവസ്തു വിൽക്കപ്പെടാൻ പാടില്ല. വലാ യൂഹബ്, അത് ദാനമായി നൽകാൻ പാടില്ല. വലാ യൂറദ്, അത് അനന്തരം എടുക്കാനും പാടില്ല. കണ്ടോ, വഖഫിന്റെ വിശദമായ വിവരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വഖഫ് സ്വത്ത് ഒരിക്കലും തന്നെ വിൽക്കാൻ പാടില്ല. അത് അയാളുടെ അനന്തര സ്വത്തുക്കൾക്ക് അനന്തരമായി നൽകപ്പെടാൻ പാടില്ല. ഒരാൾ വഖഫ് ചെയ്താൽ അനന്തരാവകാശികൾക്ക് പിന്നെ അതിൽ അവകാശമില്ല. അത് ദാനമായി, ആ മൂലവസ്തു ദാനമായി നൽകാനും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അങ്ങനെ അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖൈബറിൽ നിന്ന് കിട്ടിയ ആ വിലപിടിപ്പുള്ള ഭൂമി അത് വഖഫായി നൽകി. ഇസ്ലാമിക ചരിത്രത്തിലെ വിശദമായ ഡീറ്റെയിലായി നൽകപ്പെട്ട ഒന്നാമത്തെ വഖഫ് സ്വത്തായിരുന്നു ഖൈബറിലെ ഭൂമി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യവും കൂടെ പറഞ്ഞു, ലാ ജുനാഹ അലാ മൻ വലിഹാ യഅകുല മിൻഹാ ബിൽ മഅറൂഫ്. ആ വഖഫ് സ്വത്തിന്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട അതിന്റെ ചുമതലക്കാരൻ മാന്യമായ നിലക്ക് അതിൽ നിന്ന് ഭക്ഷിക്കുകയാണെങ്കിൽ അതുകൊണ്ടും വിരോധമില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ കഴിയുന്നു. അപ്പോൾ വിശ്വാസികളെ, ഇതാണ് വഖഫിനെ സംബന്ധിച്ച് അടിസ്ഥാന വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസ്. ഇപ്പൊ എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? വഖഫ് എന്ന് പറഞ്ഞാൽ വളരെയധികം പുണ്യമുള്ള ഒരു കർമ്മമാണ്. മൂലവസ്തു അള്ളാഹ്ക്ക് വേണ്ടി ദാനം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങളോ ഫലങ്ങളോ ഒരു നിശ്ചയിക്കപ്പെട്ട നിശ്ചിതമായ വിഭാഗങ്ങൾക്ക് ലഭ്യമാക്കുന്ന പ്രക്രിയക്കാണ് വഖഫ് എന്ന് പറയുന്നത്. ഇസ്ലാം അനുവദിക്കുന്ന നന്മകൾക്ക് വേണ്ടി മാത്രമേ വഖഫ് ചെയ്യാൻ പാടുള്ളൂ. ഇസ്ലാം വിരോധിച്ച ഒരു കാര്യത്തിന് വേണ്ടിയും വഖഫ് ചെയ്യാൻ പാടില്ല. ഇസ്ലാമിക സ്ഥാപനങ്ങൾ അനുവദിക്കപ്പെട്ട കാര്യമാണ്. അഗതികൾ, അതേപോലെ അനാഥകൾ, വിധവകൾ, കുടുംബത്തിൽ അവശത അനുഭവിക്കുന്നവർ, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ, ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ വഖഫ് അനുവദനീയമാണ്. കുറ്റകരമായ കാര്യങ്ങൾക്ക് ഒരാൾ വഖഫ് ചെയ്താൽ, നല്ല കാര്യങ്ങൾക്ക് വഖഫ് ചെയ്താൽ അയാൾക്ക് അതിന്റെ പ്രതിഫലം നിലനിൽക്കുന്നത് പോലെ കുറ്റകരമായ കാര്യത്തിന് വേണ്ടി ഈ നിലക്ക് ഒരാൾ ധനം നീക്കിവെക്കുകയാണെങ്കിൽ അത് നിലനിൽക്കുന്ന കാലമത്രയും അതിന്റെ ശിക്ഷയും കുറ്റവും അയാൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ സ്വഹീഹുൽ ബുഖാരിയിലെ ഈ ഹദീസ് അടിസ്ഥാനമാക്കി പിന്നീട് അതിന്റെ മൗലിക തത്വങ്ങൾ പാലിച്ചുകൊണ്ടുള്ള സമ്പ്രദായമാണ്, വഖഫാണ് ഇസ്ലാമിക ലോകത്ത് നിലവിൽ വന്നത്. അത് പ്രോത്സാഹിപ്പിക്കുന്ന ചില വചനങ്ങൾ കൂടെയുണ്ട്. അത് ഞാൻ വഴിയെ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, തുടക്കത്തിൽ വഖഫുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രതിഫലാർഹമായ നിലയ്ക്ക് പരലോകത്ത് വലിയ കൂലി കിട്ടുന്ന കാര്യമായി
ഇസ്ലാം പഠിപ്പിച്ച ഒരു വിഷയമാണിത്. ഇത് തികച്ചും ഒരു ആരാധനാ കർമ്മമാണ്. ഇത് മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളും കൈകാര്യകർത്തൃത്വങ്ങളും മുസ്ലിമീങ്ങളാണ് നിർവഹിക്കേണ്ടത്. അപ്പോഴാണ് അതിന്റെ തത്വവും അതിന്റെ പൊരുളും അതിന്റെ ആത്മീയതയും അതിന്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞുകൊണ്ട് ആ വിഷയം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഈ നിലക്ക് വിവാദങ്ങൾ ഉയർന്നു വരുമ്പോൾ നമ്മൾ ആ വിഷയങ്ങളെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളാനാണ് ശ്രമിക്കേണ്ടത് എന്ന് വളരെ ചുരുങ്ങിയ നിലക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. സർവ്വലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും വിശദമായ നിലക്ക് പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും നമുക്ക് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ വിശ്വാസികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഞാൻ സൂചിപ്പിച്ചല്ലോ സഹോദരങ്ങളെ, വഖഫിനെ സംബന്ധിച്ചുള്ള ഹദീസുകൾ പരിശോധിച്ചാൽ ഇസ്ലാമിന്റെ 2ാം പ്രമാണങ്ങളിൽ ധാരാളം ഹദീസുകൾ അതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ 1-2 നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഒരു പ്രവാചക വചനത്തിൽ കാണാം, ഇദാ മാതൽ ഇൻസാൻ ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ തലാത്ത. ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ അയാളുടെ എല്ലാ അമലുകളും മുറിഞ്ഞു പോകും, 3 ഒഴികെ. ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ, ജാരിയായ നിലനിൽക്കുന്ന അതിന്റെ പ്രതിഫലം എന്നും ലഭ്യമാകുന്ന നശിച്ചു പോകാത്ത ജാരിയായ സദഖ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മളൊക്കെ ചിന്തിക്കുക, ഞാൻ ഇന്ന് മരിച്ചാൽ എനിക്ക് എന്റെ ഖബറിലേക്ക് കിട്ടുന്ന വല്ല ദാനവും ഞാൻ ചെയ്തിട്ടുണ്ടോ? നിലനിൽക്കുന്ന എന്തെങ്കിലും ഒരു സംവിധാനം, ഒരു പള്ളിക്കോ ഒരു മദ്രസക്കോ, അതല്ലെങ്കിൽ ആ നിലക്ക് അള്ളാന്റെ ദീന് നിലനിർത്താൻ പറ്റുന്ന, ലോകത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി എന്നും അതിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന, വിഭവങ്ങൾ ലഭിക്കുന്ന എന്തെങ്കിലും ഒന്ന് ദാനം ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? വഖഫിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതായി നമ്മൾ പ്രചരിപ്പിച്ച പ്രയോജനപ്രദമായ വല്ല അറിവും, എന്റെ കാരണം ഞാൻ പഠിച്ച് മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാക്കുന്ന വല്ല അറിവും ഞാൻ ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഔവലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു, ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹായ ഒരു സന്താനം എനിക്കുണ്ടോ? പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇനി നോക്കൂ, നിങ്ങൾ മറ്റൊരു ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സബ്ഉൻ യജ്രി ലിൽ അബ്ദി അജ്റുഹുന്ന വഹുവ ഫീ ഖബരിഹി ബഅദ മൗതിഹി. ഒരു വിശ്വാസി, ഒരു മനുഷ്യൻ, ഒരു അടിമ മരണപ്പെട്ട് കഴിഞ്ഞാൽ 7 കാര്യങ്ങൾ അതിന്റെ പ്രതിഫലം അയാളുടെ ഖബറിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ്. ഏതൊക്കെയാണ് 7 എണ്ണി പറയുകയാണ്. മൻ അല്ലമ ഇൽമൻ, ഒരാൾ ഇൽമു പഠിച്ചു, എന്നിട്ട് ആ ഇൽമു പ്രചരിപ്പിച്ചു, അതനുസരിച്ച് ആളുകൾ പ്രവർത്തിക്കുന്നു, അതിന്റെ പ്രതിഫലം അയാളുടെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമത് പറഞ്ഞത് ഔ അജ്റാ നഹ്റൻ, ജനങ്ങൾക്ക് വെള്ളമെടുക്കാൻ വേണ്ടി ഒരു നദിയോ പുഴയോ തോടോ ഒക്കെ നമ്മൾ ഒഴുക്കി കൊടുക്കുകയോ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു എന്ന് നമ്മൾ വിചാരിക്കുക. ഔ ഹഫറ ബിറൻ, അല്ലെങ്കിൽ ദാഹജലം ലഭിക്കുന്ന നിലക്ക് ഒരു കിണർ നമ്മൾ കുടിച്ചു കൊടുത്തു എന്ന് ചിന്തിക്കുക. ഔ റസനഖ്ലൻ, അല്ലെങ്കിൽ ഒരു ഈത്തപ്പനയോ ഒരു ചെടിയോ നട്ടുപിടിപ്പിച്ച് അതിന്റെ തണൽ, അതിന്റെ ഫലവൃക്ഷങ്ങൾ ജനങ്ങൾക്കും പക്ഷികൾക്കും പറവകൾക്കും ലഭിക്കുന്ന നിലക്ക് നമ്മൾ സംവിധാനിച്ചു എന്ന് ചിന്തിക്കുക. ഔ ബന മസ്ജിദ, അതല്ലെങ്കിൽ ഒരു പള്ളി നിർമ്മിക്കാൻ നമ്മൾ സ്വന്തമായി ഒരു പള്ളി നിർമ്മിക്കുകയോ പള്ളി നിർമ്മാണത്തിലേക്ക് നമ്മുടേതായ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ നൽകുകയോ ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കുക. ഔ വറത മുസഹഫൻ, ഒന്നും വേണ്ട, പള്ളിയിൽ കടന്നു വന്നാൽ ആളുകൾക്ക് ഓതാൻ വേണ്ടി ഞാനിതാ വഖഫ് ചെയ്തിരിക്കുന്നു ഒരു മുസഹഫ് എന്ന നിലയ്ക്ക് ഒരു ഖുർആനെങ്കിലും വഖഫ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ, ഔ തറക വലദൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതിഹി, അതല്ലെങ്കിൽ നമ്മൾ മരിക്കുമ്പോൾ നമുക്ക് വേണ്ടി എന്റെ വാപ്പക്ക് പുറത്തു കൊടുക്കണേ, ഉമ്മയോട് കാരുണ്യം കാണിക്കണേ, പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ മനസ്സുള്ള ഒരു സന്താനത്തെ നമ്മൾ വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ, ഇതൊക്കെ ഈ 7 കാര്യങ്ങൾ ഒരു മനുഷ്യൻ മരിച്ചാലും അയാളുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം വന്നുകൊണ്ടേയിരിക്കുമെന്നാണ്.
നോക്കൂ നിങ്ങൾ, വഖഫിന്റെ അനന്തമായ സാധ്യതയാണ് ഈ പറയുന്നത്. മനുഷ്യർക്കോ ജന്തുക്കൾക്കോ ജീവജാലങ്ങൾക്കോ പറവകൾക്കോ പ്രയോജനപ്പെടുന്ന ഏത് കാര്യത്തിൽ വഖഫ് ചെയ്താലും അത് ലഭ്യമാണ്, അതിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ മനസ്സിലാക്കുക, ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ എല്ലാ വിഷയങ്ങളിലും പരിമിതികൾ ഉള്ളതുപോലെ തന്നെ വഖഫിന്റെ കാര്യത്തിലും പരിമിതികൾ ഉണ്ടായിരുന്നു. അന്ന് പ്രധാനമായും വഖഫ് ചെയ്തിരുന്നത് പള്ളികൾ, പള്ളിക്ക് വേണ്ടി, അതല്ലെങ്കിൽ തോട്ടങ്ങൾ, കിണറ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വഖഫ് ചെയ്തിരുന്നത്. എന്നാൽ പിന്നീട് ഇസ്ലാമിക സാമ്രാജ്യം വികസിച്ചു, ഉമവി കാലഘട്ടമെത്തി, ഉമവി ഭരണകൂടം വന്നപ്പോൾ ഇസ്ലാമിന്റെ വിസ്തൃതി വ്യാപിച്ചപ്പോൾ വഖഫ് എന്ന ആ പ്രത്യേകമായ ഒരു സംവിധാനത്തിന് വേണ്ടി പ്രത്യേകമായ അധികാരികളും ഉത്തരവാദിത്വമുള്ള ആളുകളെയും ഏൽപ്പിച്ചിരുന്നുവെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. ഉമവി ഭരണകൂടം കഴിഞ്ഞ് പിന്നീട് അബ്ബാസിയ ഭരണകൂടം വന്നപ്പോൾ അപ്പോഴും ഇസ്ലാമിക വിസ്തൃതി വ്യാപിച്ചു. അങ്ങനെ ധാരാളം വഖഫ് സ്വത്തുകൾ ഉണ്ടായി. വഖഫിന്റെ സ്വത്തുകൾ കൈകാര്യം ചെയ്ത് അത് നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകമായ ഉദ്യോഗസ്ഥന്മാരെ അബ്ബാസിയ ഭരണകൂടം നിയമിച്ചിരുന്നുവെന്ന് ചരിത്രത്തിൽ കാണാം. ചരിത്രം അതിനെ വിളിച്ചത്, അതല്ലെങ്കിൽ അവർ അതിന് പേരിട്ടത് സദറുൽ വുഖൂഫ് എന്നാണ്. ആ ഉദ്യോഗസ്ഥന്റെ പേരെങ്ങനെയായിരുന്നു. ഇങ്ങനെ ഇസ്ലാമിക ഭരണകൂടങ്ങൾ മാത്രമല്ല, അനിസ്ലാമിക ഭരണകൂടങ്ങൾ വരെ മുസ്ലിമീങ്ങളുടെ വഖഫ് സ്വത്ത് സംരക്ഷിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ചെയ്തിരുന്നുവെന്ന് ലോക ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ കാണാം. ലോകത്ത് ബ്രിട്ടീഷുകാർ പല രാജ്യങ്ങളിലേക്കും കടന്നു വന്നിട്ടില്ലേ? കോളനിവൽക്കരണം നടന്നിട്ടില്ലേ? കോളനിവൽക്കരണം നടന്ന കാലഘട്ടത്തിൽ അനിസ്ലാമികമായ ഭരണകൂടങ്ങൾ ഏഷ്യൻ രാജ്യങ്ങളിൽ, ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ മുസ്ലിമീങ്ങളുടെ വഖഫ് സ്വത്ത് നഷ്ടപ്പെടാതിരിക്കാനുള്ള പ്രത്യേകമായ സംവിധാനങ്ങൾ ഒരുക്കുകയും അതിന് പ്രത്യേകമായ ഓഫീസർമാരെ നിശ്ചയിക്കുകയും ചെയ്തിരുന്നുവെന്ന് ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചരിത്രത്തിൽ അതിന് അവരിട്ടിരുന്ന പ്രത്യേകമായ പേര് തന്നെ നമുക്ക് വായിക്കാൻ കഴിയും. ഹൂന്ദർമന്ത് എന്ന പേരിൽ പ്രത്യേകമായ ഉദ്യോഗസ്ഥന്മാരെ അവർ നിശ്ചയിച്ചിരുന്നു. ഇനി ഇന്ത്യയിലേക്ക് വന്നാൽ, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിലും ഇത്തരം സംരംഭങ്ങൾ നിരാക്ഷേപം നടന്നു വന്നിരുന്നുവെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും ഒക്കെ വഖഫ് സ്വത്ത് സംരക്ഷിച്ചിരുന്നു അനിസ്ലാമിക ഭരണകൂടങ്ങൾ. എന്നാൽ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ ഈ വഖഫ് സ്വത്ത് അതിനെ വളരെ തന്ത്രപരമായി പിടിച്ചെടുക്കുവാനും അതിനെ നോട്ടമിട്ടുകൊണ്ടും ഒരു ബില്ല് പാസാക്കിയെടുത്ത് അതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകളും അതേപോലെ തന്നെ പ്രതിഷേധങ്ങളും ഒക്കെ നാടൊട്ടാകെ മീഡിയകളിലും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആലോചിച്ചു നോക്കൂ, പവിത്രമായ ഒരു കർമ്മം പവിത്രമായ നിലയ്ക്ക് കൈകാര്യം ചെയ്യേണ്ട, പരലോകബോധമുള്ളവർ കൈകാര്യം ചെയ്യേണ്ട, ഇസ്ലാമിക ഈ നിയമങ്ങളെ കുറിച്ച് വിശദമായി മനസ്സിലാക്കിയ ആളുകൾ മാത്രം കൈകാര്യം ചെയ്യേണ്ട, വഖഫ് ചെയ്ത ആളുകളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് കൃത്യമായി ചിലവഴിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ട ഈ പവിത്രമായ സ്വത്ത് ദൈവിക ബോധമില്ലാത്ത, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് വിശ്വാസമില്ലാത്ത ആളുകൾ കൈകാര്യം ചെയ്താൽ ഉണ്ടാകുന്ന അപകടങ്ങളും ദുരന്തങ്ങളും എത്രയാണ് എന്ന് ഈ ഒരു വിഷയം വിശദീകരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ആലോചിച്ചു നോക്കൂ, ദൈവവിശ്വാസമില്ലാത്തവൻ, പരലോകബോധമില്ലാത്തവൻ, ഇതിനെക്കുറിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവൻ ഇതിൽ കയറിക്കൂടുകയും തങ്ങളുടേതായ ആശയങ്ങൾ നടപ്പിലാക്കുകയും തങ്ങൾക്ക് ഉദ്ദേശിച്ചതുപോലെ അത് കൈകാര്യം ചെയ്യുക എന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത അപരാധമാണ്. അത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ തന്നെ മൗലികാവകാശങ്ങളെ ഒരു ലംഘനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വഖഫ് സ്വത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, മുസ്ലിമീങ്ങളുടെ വൈജ്ഞാനികമായി, അവരുടെ സാംസ്കാരികമായി, അവരുടെ നിലനിൽപ്പിന്റെ, ശരിക്ക് അവരുടെ രക്തചംക്രമണത്തിന്റെ അടിസ്ഥാനപരമായ ഒരു ഘടകമാണ് വഖഫ് സ്വത്ത് എന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾക്കറിയാം. നമ്മുടെ വൈജ്ഞാനിക സ്ഥാപനങ്ങൾ, നമ്മുടെ സംസ്കാരം നിലനിൽക്കുന്നത് ഈ സമുദായത്തിന്റെ രക്തചംക്രമണത്തിലെ പ്രധാനമായ പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ കൈവച്ച് അത് വേറെ നിലക്ക് ഉപയോഗപ്പെടുത്തുമ്പോൾ അതിൽ പലതും നഷ്ടപ്പെട്ടു പോകുമ്പോ ഈ സമുദായത്തിന്റെ ചൈതന്യം നഷ്ടപ്പെടാനും ഈ സമുദായം ഉമ്മത്ത് ശുഷ്കിച്ചു പോകുമെന്നും ഇതിന്റെ ശത്രുക്കൾക്ക് നല്ലപോലെ അറിയാവുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ, ഈ സാങ്കേതികമായ വിഷയങ്ങളിൽ കൈവച്ചുകൊണ്ട് വിവാദമുണ്ടാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഇതെന്താണെന്ന് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കുക, എന്നിട്ട് കൃത്യമായ നിലപാടുകൾ എടുക്കുക.
അതാണ് നമ്മെ സംബന്ധിച്ച് ഏത് വിഷയം ഉണ്ടാകുമ്പോഴും അങ്ങനെയാണ്. അതിനെ സംബന്ധിച്ചൊരു അവയർനെസ്, അതിനെ സംബന്ധിച്ച ഒരു ബാക്ക്ഗ്രൗണ്ട്, അതിനെ സംബന്ധിച്ചൊരു വിശദമായ വിവരം നമ്മുടെ കൈകളിൽ ഉണ്ടാകണം. അതല്ലാതെ ആരെങ്കിലും ആക്ഷേപിക്കാൻ വേണ്ടിയല്ല. നമ്മുടെ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം, പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ. അതിനുവേണ്ടിയാണ് ഈ വിഷയം കൈകാര്യം ചെയ്തത്. നിങ്ങൾ ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും കൃത്യമായി പഠിച്ച് നിലപാടെടുക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് കഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു അവരുടെ പ്രയാസങ്ങളെ നീക്കി കൊടുക്കുമാറാകട്ടെ. ലോകത്ത് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന മുസ്ലിം ഉമ്മത്തിന് അല്ലാഹുവിന്റെ സഹായം എത്രയും വേഗം ലഭിക്കുമാറാകട്ടെ. നമ്മുടെ സഹോദരങ്ങൾ പലരും ലോകത്ത് ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അവർക്ക് അല്ലാഹുവിങ്കിൽ നിന്നുള്ള സമാധാനം എത്രയും വേഗം വർഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك سميع قريب مجيب الدعوات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين وانصر عبادك الموحدين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.